കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ കൈത്താങ്ങുമായി കേന്ദ്ര സർക്കാർ NHMന് അനുവദിച്ചത് 291 കോടി രൂപ 291 കോടി 26 ലക്ഷം രൂപ. ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്നതിനിടെയാണ് കൂടുതൽ തുക NHMനായി അനുവദിക്കുന്നത്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, കേന്ദ്രം ഫണ്ട് നൽകുന്നില്ല, പണം നൽകുന്നില്ല എന്ന ഓരോ തവണ കുറ്റപ്പെടുത്തുമ്പോഴും കേന്ദ്ര സർക്കാർ കൃത്യമായി ഓരോ വിഭാഗത്തിനും അല്ലെങ്കിൽ ഓരോ മേഖലയ്ക്കും പണം അനുവദിക്കുകയാണ്. ഇപ്പോൾ NHMന്, അതായത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള NHMന് 291 കോടി 26 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ രശ്മി കാർത്തിക. വിനോദ്, ആരോഗ്യമന്ത്രി തുടർച്ചയായി പറയുന്നൊരു കാര്യമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള സഹായവും ഉണ്ടാകുന്നില്ല, അതാണ് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളത്. നിയമസഭയിലാണെങ്കിലും പുറത്ത് ആരോഗ്യമന്ത്രി പലപ്പോഴും മറുപടി നൽകുമ്പോഴാണെങ്കിലും മറ്റു മന്ത്രിമാർ മറുപടി നൽകുമ്പോഴാണെങ്കിലും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ് എന്നുള്ളത് നേരത്തെ ഈ ആശാവർക്കർമാർക്ക് തുക അനുവദിച്ചതിന്റെ അടക്കം രേഖകൾ ജനം TV പുറത്തുവിട്ടിരുന്നു. കൃത്യമായി തുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനത്തിന് വേണ്ടി നൽകുന്നത്. അതും പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയ്ക്കുള്ള പണം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് ഏത് പദ്ധതിയുടെ വിഹിതമാണെങ്കിലും അത് കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ ലഭ്യമാക്കുന്നുണ്ട്. ഇപ്പോൾ NHMന് കൂടുതൽ തുക അനുവദിച്ചിരിക്കുകയാണ്. അതും ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയാണ് അനുവദിച്ചിരിക്കുന്നത്. 291 കോടി 26 ലക്ഷം രൂപയാണ് NHMന് അനുവദിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കൃത്യമായി കേന്ദ്ര വിഹിതം NHMന് കേന്ദ്ര സർക്കാർ അനുവദിച്ചുകൊണ്ടേ ഇരിക്കുകയാണത്. പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ആശാപ്രവർത്തകർക്ക് പോലുള്ള വർക്കർമാർക്ക് വേണ്ടി, പിന്നീട് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി, മറ്റ് ആരോഗ്യ മേഖലയിലെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. ഇത് കൃത്യമായ ഇടവേളകളിൽ കേന്ദ്ര സർക്കാർ NHMന് ഫണ്ട് അനുവദിച്ച് നൽകാറുണ്ട്. ഏതായാലും ഈ ഒരു തുക അനുവദിച്ചത് ആരോഗ്യമേഖലയ്ക്ക് വലിയ രീതിയിൽ കൈത്താങ്ങാണ്. ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരം ഇത്രത്തോളം ദിവസം പിന്നിടുകയാണ്. നിരാഹാര സമരമടക്കം 8ാം ദിവസത്തിലേക്ക് കടന്നിട്ടുണ്ട്. അവിടെയും സംസ്ഥാന സർക്കാർ ഒരു മുഖം തിരിക്കുന്ന സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആ പുരിവെയിലത്തും മഴയത്തും ഒക്കെ ആശാവർക്കർമാർ സമരം നടത്തിയിട്ടും അതിൽ ഒരു കൃത്യമായൊരു ചർച്ച നടത്താൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. വിളിച്ച 2 ചർച്ചകളാകട്ടെ അവിടെ നിന്നും സമരം അവസാനിപ്പിച്ച് പോകണം എന്നുള്ളത് മാത്രമാണ് സർക്കാർ പറഞ്ഞത്. ഇനി ഡൽഹിയിലേക്ക് പോയ സമയത്തും കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഒന്ന് നേരിട്ട് കാണാനുള്ള, നേരത്തെ മുൻകൂട്ടി അനുവാദം വാങ്ങി കൃത്യമായി ഒന്ന് കാണാനുള്ള ഒരു ശ്രമം പോലും സംസ്ഥാന ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അവിടെ കേന്ദ്ര സർക്കാരിനെ തുടർച്ചയായി പഴി പറഞ്ഞ് തടി തപ്പാനുള്ളൊരു ശ്രമം, അത് ഏത് പദ്ധതിയുടെ കാര്യം എടുക്കുകയാണെങ്കിലും എപ്പോഴും കേന്ദ്ര സർക്കാരിനെ പഴിച്ചുകൊണ്ട് തടിതപ്പ അല്ലെങ്കിൽ സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു ശ്രമം തുടർച്ചയായി സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് അങ്ങനെയല്ല എന്നുള്ളതാണ്. സംസ്ഥാന വീതവും കേന്ദ്ര വീതവും അതൊരു 60-40% അങ്ങനെയാണ് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പറയുന്ന സമയത്ത് തന്നെ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. അത് സംസ്ഥാനമാണ് ആ വിഹിതം, കേന്ദ്രം അനുവദിക്കുന്ന തുക കൂടി മറ്റു കാര്യങ്ങൾക്കായി വകമാറ്റി ചിലവഴിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. പിന്നീട് ഈ കേരളത്തിലെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ പണമില്ല എന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് കേന്ദ്രം ഞെരുക്കുന്നു എന്നുള്ളതാണ് തുടർച്ചയായി ആരോഗ്യമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ധനമന്ത്രിയാണെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ തുക അനുവദിച്ചത് വലിയ രീതിയിലുള്ളൊരു കൈത്താങ്ങാണ്. ഈ തുക ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി, അല്ലെങ്കിൽ ആശാപ്രവർത്തകർക്ക് വേണ്ടി, അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയാണ് NHMന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ വലിയ തുക അനുവദിച്ചിരിക്കുന്നത്. വിനോദ്, തീർച്ചയായും കേന്ദ്ര സർക്കാർ വലിയ ഒരു സഹായം തന്നെയാണ് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയ്ക്കായി അനുവദിക്കുന്നത്. NHM വിഭാഗത്തിലാണ് 291 കോടി 26 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക.